സ്റ്റേറ്റ് പോലീസിൽ ഞാൻ ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും അന്തസ്സുള്ള മുഖം. ഡൈനാമിക് പേഴ്സണാലിറ്റി, വിഗറസ്, വെൽ ബിൽറ്റ് 6 ഫുട്ടർ. യു ആർ ഫിറ്റ് ഫോർ പോലീസ് ബട്ട് അൺഫിറ്റ് ഫോർ മീ. പ്രവർത്തിച്ചത് അവിവേകമാണെന്ന് ഇപ്പൊ തോന്നില്ല. തോന്നുമ്പോ നിനക്ക് പശ്ചാത്തപിക്കാനായിട്ടൊരു നിമിഷം പോലും ബാക്കി ഉണ്ടാവില്ല. ഐ അണ്ടർസ്റ്റാൻഡ്. കാൽ കീഴിലെ മൺതരികൾ ഓരോന്നായി ഒലിച്ചു പോകുമ്പോൾ, കടപുഴകി വീഴുമെന്ന് അറിയുമ്പോഴും മുഖം പതറാതെ മുഖത്ത് നോക്കി വെല്ലുവിളിക്കാൻ സാധിക്കുന്ന പഴയ കേളന്റെ ധൈര്യം, അതിൽ കൂടുതലൊന്നും ഞാൻ കണ്ടില്ല. പിന്നെ പുറത്ത് പൊരുതി വീഴുന്ന ഗ്യാങ്ങിന്റെ കാര്യമാണെങ്കിൽ ഡോളർ മസിലുള്ള അച്ഛൻ തീറ്റിപ്പോറ്റുന്ന അടുക്കളപ്പിള്ളേ, ദാറ്റ്സ് ഓൾ. അതിലപ്പുറം പിന്നിൽ ആരെങ്കിലും ഉണ്ടെന്ന് അഹങ്കരിക്കരുത്. ഇതിപ്പോ ആദ്യത്തെ അനുഭവമാണെങ്കിൽ ഇനി അങ്ങോട്ട് ഞങ്ങളോട് സഹകരിക്കുന്നതായിരിക്കും നല്ലത്. ഒന്നും ഞാൻ തുടങ്ങിയിട്ടില്ല. തുടങ്ങും സിസ്റ്റർ അമലയുടെ കുഴിമാടത്തിൽ നിന്ന്. റീപോസ്റ്റ്മോർട്ടം ജയിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം തടയാം. സിസ്റ്റർ അമലയുടെ ഓഫീസ് എവിടെയാണ്? ആ ഭാഗത്താണ് സർ. ഓഫീസ് തനിച്ചാണ്? അല്ല സർ, കോൺവെന്റിൽ തന്നെ ഒരു മുറി ഓഫീസായി കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. മുറിയിലേക്ക് അകത്തുനിന്നും പുറത്തുനിന്നും പ്രവേശിക്കാൻ സെപ്പറേറ്റ് ഡോറുകളുണ്ട്. ഓ കർത്താവേ, സർ. എനിക്ക് മദറിനെയും സിസ്റ്റർ വിമലയും ഒന്ന് കാണണം. സർ. ആരാ? ദീനാമ, ഇവിടുത്തെ പരിയ സാറേ. അമ്മച്ചില്ലേ? എന്റെ മാതാവേ, എന്റെ അമ്മച്ചി മരിച്ചിട്ട് 10-15 വർഷം കഴിഞ്ഞു. നിന്റെ നല്ലയുടെ കാര്യല്ല, ഇവിടത്തെ മദർ ഉണ്ടോന്നാ. അതാണോ? മടത്തിനുള്ളിൽ കാണും. ഇവിടെയാണ് സർ. ഓ ഈ മുറിയിൽ വെച്ചാണ് സർ സിസ്റ്റർ അമല കൊല ചെയ്യപ്പെട്ടത്. അതേ എന്ന് തറപ്പിച്ച് പറയാൻ നമ്മുടെ കയ്യിൽ തെളിവുകളില്ല. മറിച്ച് ആത്മഹത്യ തന്നെയാണെന്ന് സമർത്ഥിക്കാൻ ധാരാളം തെളിവുകളുണ്ട് താൻ. ഈ മുറിയാകെ ഡിസോർഡറായി കിടക്കുകയായിരുന്നു. സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിട്ട്. അങ്ങനെ സംഭവിക്കും. ആത്മഹത്യ ചെയ്യുന്നവർ ബോധ മനസ്സുകൊണ്ട് ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആത്മഹത്യക്ക് തൊട്ടു മുമ്പുള്ള നിമിഷങ്ങളിൽ ഒരുതരം ആങ്സൈറ്റി, അതുമൂലമുണ്ടാകുന്ന ഹിസ്റ്റീരിയ പ്രകടിപ്പിക്കും. പ്രത്യേകിച്ച് സ്ത്രീകൾ. തന്റെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നതിന് ആരാണോ കാരണക്കാരൻ, ആരോടാണോ വെറുപ്പ്, അതൊക്കെ അവരാ നിമിഷം അവരുടെ മുമ്പിൽ കാണുന്ന വസ്തുക്കളിൽ തീർക്കും. ചിലര് എല്ലാം തല്ലിപ്പൊട്ടിക്കും. പക്ഷെ ഇത് ആത്മഹത്യയല്ലല്ലോ സർ. ആണല്ലോ. ജീവിച്ചിരുന്ന കാലം അത്രയും ഒരു ഇഡിയറ്റായിട്ടല്ല സിസ്റ്റർ അമല ജീവിച്ചിരുന്നത്. ആണോ? അല്ല. ഇംബൈസലോ മൊറോണോ അല്ല, ടൾ നോർമൽ അല്ല, നോർമലോ ആവറേജോ അല്ല, വെരി സുപ്പീരിയർ. കേട്ടിടത്തോളം സിസ്റ്റർ അമലയുടെ ഒരു IQ 120-140 റേഞ്ചിലാണ്. എക്സ്ട്രാordinary ഇന്റലിജന്റ്. അത്തരത്തിലുള്ള ഒരാൾ തന്റെ മരണത്തിൽ തനിക്കല്ലാതെ മറ്റാർക്കും പങ്കില്ലെന്ന് സ്വന്തം ടൈപ്പ്റൈറ്ററിൽ ഒരു സൂയിസൈഡ് നോട്ട് എഴുതി ടൈപ്പ് ചെയ്ത് വെച്ചിരുന്നാൽ അത് അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റൂ? ഇല്ല സർ. എഴുതച്ചോ. ഒരു പേപ്പറിങ് എടുത്തേ. ആ സൂയിസൈഡ് നോട്ട് ഒന്ന് വായിച്ചേ. മദറമ്മയ്ക്ക് ഇനി വയ്യ. ലോകം, പിശാച്, ശരീരം, ഇവ കൊണ്ട് ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തു. തെറ്റുകൾ മാത്രമേ ഞാൻ ഇത് കൂട്ടിയിട്ടുള്ളൂ. എനിക്കൊരിക്കലും കർത്താവിൽ നിന്നും അപമോചനം കിട്ടില്ല. ഇനി ജീവിക്കണമെന്ന് തെല്ലും ആശയില്ല. ഞാൻ മൂലം വന്നുപോയ എല്ലാ തെറ്റുകൾക്കും പിഴകൾക്കും മാപ്പ്. എൻ്റെ പേര് പറഞ്ഞ് ആരെയും ദ്രോഹിക്കരുതെന്നൊരൊറ്റ യാചനയെ എനിക്കുള്ളൂ. എല്ലാറ്റിനും എന്നെ മാത്രം പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ പോകുന്നു. എൻ്റെ ഈ മരണ മതി. ഇതെന്തിനാണ് സർ? ഈ സൂയിസൈഡ് നോട്ട് നമ്മുടെ കയ്യിലുണ്ടല്ലോ. ഇതാണ് നമ്മുടെ കീ നോട്ട്. ഈ കീ വെച്ച് വേണം ഇനി പല പൂട്ടുകളും തുറക്കാൻ. ഇവൻ
മാൻ മിസ്സിങ്ങിന് കേസെടുക്കണം സാർ. സർ എന്തു പറ്റി? എന്ത് പറ്റാനാണ് സാർ? ആട് കിടന്നിടത്ത് ഒരു പൂട പോലും ഇല്ല. എന്ന് പറയുന്ന പോലെ മധുര കിടന്നിടത്തൊരു പൂട. കൂടെ പോലും ഇല്ലല്ലേ? അമ്മച്ചിയും മക്കളും ഒക്കെ അങ്ങ് സ്റ്റീമായി പോയി. സിസ്റ്റർ ഏതാ? ഞാൻ ഇവിടുത്തെ പുതിയ മദർ ടെസ്റ്റോ. ടെസ്റ്റോ? നിങ്ങൾ കുറെ നാളായി ഞങ്ങളെ ടെസ്റ്റ് കളിപ്പിക്കണേ. ഇവിടുന്ന് എല്ലാവരും മാറ്റി സാറേ. പഴയ മദറും സിസ്റ്റർ വിമല. അവരൊക്കെ ട്രാൻസ്ഫർ ചെയ്തായിരിക്കും. അവരെയൊക്കെ എങ്ങോട്ടാ പറഞ്ഞത്? അതൊന്നും എനിക്കറിയില്ല. കൽക്കട്ടയിലുള്ള മദർ സുപ്പീരിയർ ജനറലിനെ അറിയൂ. ഓ നിങ്ങൾ അൻവറേ, സർ. ആ കിണർ എവിടെയാണ്? ദാ അതിവിടെ തൊട്ടടുത്താണ് സർ. ഇതിലും വാ. പോവാം സാർ. വാ. സർ ആ, എന്തൊക്കെയോ അവർ ഹൈഡ് ചെയ്യുന്നുണ്ട്. അതിനുള്ള തെളിവല്ലേ പെട്ടെന്നുള്ള ഈ വാക്വം ക്ലീനിങ്. പൊട്ടും പൊടിയും തരിയും ഒക്കെ അടിച്ചു പെറുക്കി കളഞ്ഞു. പൊട്ടും പൊടിയും തരിയും ഒന്നും നമുക്ക് വേണ്ടെന്ന് പറയാം. നട്ടാ മുളയ്ക്കുന്ന നല്ല വിത്തുണ്ടാവും അടിച്ചു കളഞ്ഞ കൂട്ടത്തില്. അതങ്ങ് പെറുക്കിയിട്, ഗുണമുണ്ടാവും. ഫോട്ടോഗ്രാഫ്സ്. സാർ സർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കോസ് ഓഫ് ഡെത്ത് വെള്ളത്തിൽ മുങ്ങി ശ്വാസം മുട്ടി മരിച്ചു എന്നാണ്. സ്റ്റൊമക്കിൽ 4.5 ലിറ്ററോളം വെള്ളം ഉണ്ടായിരുന്നു. ബട്ട് വൺ തിങ് സർ, അന്ന് കിണറ്റിലുണ്ടായിരുന്ന വെള്ളത്തിന്റെ അളവ് 3.5 അടിയാണ്. സിസ്റ്റർ അമലയുടെ ഉയരം 5 അടി 4 ഇഞ്ച്. ഈ മഠത്തിൽ കഴിഞ്ഞ 5 വർഷമായി സിസ്റ്റർ അമല താമസിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഈ കിണർ അവർക്ക് വളരെ പരിചിതമായിരിക്കും. മുങ്ങി മരിക്കാനുള്ള വെള്ളം ഈ കിണറ്റിലില്ല എന്നറിയാമെന്നിരിക്കെ സാറ് മുമ്പ് പറഞ്ഞതുപോലെ IQ ആവറേജിന് വളരെ മുകളിലുള്ള സിസ്റ്റർ അമല ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഈ കിണറ്റിൽ ചാടുമായിരുന്നു. അക്കോർഡിംഗ് ടു യുവർ വേർഷൻ, ആത്മഹത്യക്ക് മുമ്പുള്ള അബ്നോർമൽ അവസ്ഥയിൽ അവർ ഈ കിണറ്റിൽ ചാടിയെന്ന് തന്നെ ഇരിക്കട്ടെ. വെള്ളത്തിൽ മുങ്ങി ശ്വാസം മുട്ടുമ്പോൾ അവരറിയാതെ താനെ എഴുന്നേറ്റ് പോവും. ജീവനുള്ളതും അബോധാവസ്ഥയിലല്ലാത്തതുമായ ഏതൊരു ജീവിയും ചെയ്യുന്ന ഒരു റിഫ്ലക്സ് ആക്ഷനാണ് സാർ അത്. അങ്ങനെ എഴുന്നേറ്റ് നിന്നാൽ സിസ്റ്റർ അമലയുടെ മുട്ടിന് മുകളിൽ വരെ മാത്രമേ വെള്ളം ഉണ്ടാവുകയുള്ളൂ. ഈ അവസ്ഥയിൽ സിസ്റ്റർ അമല എങ്ങനെയാണ് സാർ വെള്ളത്തിൽ മുങ്ങി ശ്വാസം മുട്ടി മരിക്കുന്നത്? അങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലായിരുന്നെങ്കിലോ? ഇത്രയും ആഴത്തിലേക്ക് വീണു കഴിഞ്ഞാൽ ആ വീഴ്ചയുടെ ആഘാതത്തിൽ മരണവെപ്രാളത്തിലാണെങ്കിൽ പോലും എഴുന്നേൽക്കാൻ പോയിട്ട് ഒന്ന് അനങ്ങാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയിലായിരുന്നു സിസ്റ്റർ അമല എന്ന് വിചാരിക്കുക. മുങ്ങി മരിക്കാൻ മുട്ടോളം വെള്ളം തന്നെ ധാരാളമല്ലേ അൻവർ? ആത്മഹത്യയ്ക്ക് 99%, കൊലപാതകത്തിന് 1% സാധ്യതയുള്ളത്. ആ 1% അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈ ടാങ്കിലെ വെള്ളം എന്തിനാ ഉപയോഗിക്കാറ്? അലക്കാനും കുളിക്കാനും മറ്റും ഈ വെള്ളം ഉപയോഗിക്കുന്നത്. ഈ കിണറ്റിലെ വെള്ളം തന്നെയാണോ ഇതിലും? അല്ല, പൈപ്പിൽ നിന്നുള്ള വെള്ളം. ഓ, സാറിന് കുടിക്കാനാണെങ്കിൽ ഞാൻ കുശിനിന്ന് അടുപ്പിക്കാം. വേണ്ട, വെള്ളം കുടിക്കാനുള്ള ഒരു ലീസ്റ്റ് ഞങ്ങളൊന്ന് ഉണ്ടാക്കട്ടെ, എന്നിട്ട് കുശിനിന്ന് വെള്ളം എടുപ്പിക്കാം. അതുപോലെ ആ കേർച്ച് ഫിംഗർ സാർ പ്ലീസ് സാർ, എന്തായി കാണിക്കുന്നത്? സാർ സാർ വിടണം. സാർ സോറി എഴുത്തച്ഛൻ, ഐ എം റിയലി സോറി. 2 സെക്കൻഡ് കൂടി കഴിഞ്ഞാൽ മരിച്ചേനെ സാർ. അപ്പൊ സിസ്റ്റർ അമലയുടെ മരണം ഇങ്ങനെയും ആവാം അല്ലേ? യെസ്, ഐ മീൻ ഇറ്റ്. കർത്താവേ, ആ കിണറ്റിൽ നിന്ന് കുറച്ച് വെള്ളവും പായലും സാമ്പിൾ എടുക്കും. ഗുഡ് മോർണിംഗ് സാർ. ക്യാരി ഓൺ.
സർ ഉം, പ്ലീസ്. എന്തായി? മാസ്റ്റർ സാമ്പിൾ എ സാമ്പിൾ സിയുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്. ബി മാച്ച് ചെയ്യുന്നില്ല. ഏതാണ് സാമ്പിളേ? സിസ്റ്റർ അമലയുടെ സ്റ്റൊമക്കിൽ നിന്ന് കിട്ടിയ വെള്ളം. സിയോ? വാട്ടർ ടാങ്കിൽ നിന്ന് കിട്ടിയ ക്ലോറിൻ വെള്ളം. ഓ, അപ്പോൾ ടാങ്കിൽ മുക്കി തന്നെയാണ് കൊന്നിരിക്കുന്നത്. എന്നെ സാറ് ടാങ്കിലും മുക്കി കൊല്ലാൻ പോയതുപോലെ. സർ പായൽ സാമ്പിൾ 3യുമായി മാച്ച് ചെയ്യുന്നുണ്ട്. സാമ്പിൾ 3 മീൻസ് നമ്മൾ ടാങ്കിൽ നിന്ന് കളക്ട് ചെയ്ത പായൽ. അതെ, അത് സിസ്റ്റർ അമലയുടെ വയറ്റിൽ നിന്ന് കിട്ടിയ പായലുമായിട്ട് മാച്ച് ചെയ്യും. കറക്റ്റ്. 100%? നോ ഡൗട്ട് സർ. താങ്ക് യു. സാറിന്റെ ഗസിൻ തെറ്റിയില്ല. അതെ സർ, മെത്തേഡ് ഓഫ് മർഡർ സാറ് പറഞ്ഞതുപോലെ ടാങ്കിൽ മുക്കി തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ലല്ലോ അൻവർ. ആര്, എന്തിന്, എപ്പോൾ, എങ്ങനെ, അതിൽ എങ്ങനെ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ബാക്കി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. സർ, സീൻ ഓഫ് ക്രൈമിൽ നിന്നും കിട്ടിയിട്ടുള്ള ഫിംഗർ പ്രിന്റുകളിൽ ആ മഠത്തിലെ സിസ്റ്റേഴ്സിന്റേതല്ലാത്ത ഒറ്റ ഫിംഗർ പ്രിന്റ് മാത്രമേ ഉള്ളൂ. ഉണ്ണികൃഷ്ണൻ, മോണിറ്റർ. സിസ്റ്റർ അമലയുടെ റൂമിന്റെ ഡോർ ലോക്കിൽ നിന്നും ആ മുറിയിലുണ്ടായിരുന്ന ടൈപ്പ് റൈറ്ററിൽ നിന്നും കണ്ടെടുത്തതാണ് ഈ ഫിംഗർ പ്രിന്റ്. പിന്നെ മറ്റൊന്ന് ട്രേസ് ഔട്ട് ചെയ്തിരിക്കുന്നത് ഒരു ഗ്ലൗസിന്റേതാണ് സർ. അപ്പോൾ കൊലയാളി കൃത്യത്തിനിടയ്ക്ക് ഗ്ലൗസ് ഇട്ട് കാണണം അല്ലേ സാർ? അയാളൊരു ബുദ്ധിമാൻ. ആ. പക്ഷെ അയാൾ കാണിച്ച ഒരു അതിബുദ്ധിയാണ് ഈ കേസിലെ പ്രധാന. അത് സിസ്റ്റർ അമലയുടെ മുറിയിൽ നിന്ന് അൻവറിന് കിട്ടിയ ആത്മഹത്യാക്കുറിപ്പ്. ഇത് സിസ്റ്റർ അമലയുടെ മുറിയിലെ ടൈപ്പ് റൈറ്ററിൽ ഞാൻ ടൈപ്പ് ചെയ്തെടുത്തത്. സൂക്ഷിച്ചു നോക്കണം. സാറ് ടൈപ്പ് ചെയ്ത ഈ ലെറ്ററിലെ മാ എന്ന അക്ഷരത്തിന് ഒരു പൊട്ടലുണ്ട് സർ. യെസ്, ആ ടൈപ്പ് റൈറ്ററിലെ മാ എന്ന അക്ഷരത്തിന് ഒരു ഒടിവുണ്ട്. പക്ഷെ അൻവറിന് കിട്ടിയ ആത്മഹത്യാക്കുറിപ്പിലെ മായ്ക്ക് ഒടിവുണ്ടോ? ഇല്ല സർ. അതിന്റെ അർത്ഥം അർത്ഥം ഒന്നേ ഉള്ളൂ. ടൈപ്പ് റൈറ്റർ 2ആണ്. കൊലയാളി മറ്റേതോ ടൈപ്പ് റൈറ്ററിൽ ടൈപ്പ് ചെയ്ത സൂയിസൈഡ് നോട്ടാണ് സിസ്റ്റർ അമലയുടെ ടൈപ്പ് റൈറ്ററിൽ വെച്ചിരുന്നത്. അതാണ് അൻവറിന് കിട്ടിയത്. സിസ്റ്റർ അമല കൊല്ലപ്പെട്ടു എന്ന് ഉറപ്പായ സ്ഥിതിക്ക് ആരായിരിക്കാം കൊലയാളി? ഫാദർ ക്ലെമൻ കാളിയ. മോട്ടീവ്? ആദ്യം മുതലേ തന്നെ സിസ്റ്റർ അമല ഫാദറിന്റെ കണ്ണിലെ കരടായിരുന്നു സർ. എതിർക്കുന്നവരെയൊക്കെ ഇല്ലാതാക്കുക അയാൾക്കൊരു ശീലമല്ല, ഹരമാണ്. എന്തിനും പ്രാപ്തിയുള്ളവൻ. പിന്നെ ഏത് സമയത്ത് വേണമെങ്കിലും അയാൾക്ക് മഠത്തിൽ കയറി ചെല്ലാം. യാ. സാർ, സിസ്റ്റർ വിമലെ മാറ്റി പാർപ്പിച്ചിരിക്കുന്ന മഠം ലൊക്കേറ്റ് ചെയ്തു സാർ. എവിടെ? കർത്താവ് അവിടെ തന്നെ ഉണ്ടാവണം. ഞങ്ങൾ എത്തിക്കോളാം.